ശേഷം എപ്പോഴും ആ രോഗത്തെക്കുറിച്ചും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ചും ഞാൻ അന്വേഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അതൊരു ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ അവസാനമായി നമ്മൾ കാണുന്ന രൂപം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി കാനത്തിൽ ജമീല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകയും ഒരു നല്ല സാമാജിക സഹപ്രവർത്തക എന്നതിലുപരി ഹൃദയത്തിൽ സ്ഥാനം നേടിയ കുലീനയായ ഒരു സഹോദരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ വന്ന് ഈ സഭയിൽ വന്ന് അവരുമായി പരിചയപ്പെട്ട നിമിഷം മുതൽ അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റായും ഒക്കെ ഇരിക്കുമ്പോൾ അറിയാമെങ്കിലും വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. ഈ വന്ന ആ ദിവസം മുതൽ എനിക്കൊരു പ്രിയ സഹോദരിയെ ലഭിച്ചതുപോലെയാണ് എന്നോട് വളരെ ചിരിച്ച മുഖമായി കുലീനമായ സംഭാഷണം. നമ്മളെല്ലാവരും പറഞ്ഞ വിഷയം അത് തന്നെയാണ്. ആരോട് സംസാരിച്ചാലും വളരെ തറവാടിത്തത്തോടെ സംസാരിക്കുന്ന സ്നേഹനിധിയായ ഒരു സഹോദരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മികച്ച ഒരു പൊതുപ്രവർത്തക, പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ഒക്കെ പ്രവർത്തിച്ച പരിചയം കൊണ്ടായിരിക്കാം. പക്ഷെ അവരെ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പുതുമുഖത്തിലുപരി വളരെ കോൺഫിഡന്റ് ആയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. വളരെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. ഒരു സ്ത്രീയെയാണ് കണ്ടത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്ത്രീയുടെ ഉന്നതിക്ക് വേണ്ടിയും നമ്മളെല്ലാവരും ഒരുപാട് ശ്രമിക്കുന്നവരാണ് നമ്മുടെ സമൂഹം. കേരളം പ്രത്യേകിച്ച് സ്ത്രീകളെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കാനത്തിൽ ജമീലയെ പോലെയുള്ള സ്നേഹനിധികളായ കഴിവുള്ള ആത്മവിശ്വാസമുള്ള സ്ത്രീകൾ നമുക്ക് അഭിമാനം തന്നെയാണ്. അതിലൊരു മഹത് വ്യക്തിയാണ്, ഏറ്റവും സ്നേഹനിധിയായ ഒരു വ്യക്തിയാണ് നമുക്ക് അകാലത്തിൽ നഷ്ടപ്പെട്ടത്. ഈ രോഗബാധിതയായതിനു ശേഷം എപ്പോഴും ആ രോഗത്തെക്കുറിച്ചും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ചും ഞാൻ അന്വേഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അതൊരു ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ അവസാനമായി നമ്മൾ കാണുന്ന രൂപം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. ഒരാൾ നമ്മൾ മരിച്ചു പോയി കാണുമ്പോൾ ആ ആൾ മരിച്ചു കിടക്കുന്നതാണ്. ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ബന്ധുവാണ്. മരിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ അവസാനം കാണുന്നെങ്കിൽ ഇത് മനസ്സിൽ നിന്നുമായില്ല. കാനത്തിൽ ജമീലയുടെ ചിരിച്ച് സന്തോഷമുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ പ്രസന്നമതിയായ അവരുടെ മുഖം കണ്ടു മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രമുണ്ട്. ഇന്നും എന്റെ മനസ്സിൽ ഈ സഭയുടെ ടിവിയിൽ പ്രദർശിപ്പിക്കുന്ന അവരുടെ സ്നേഹത്തോടെയുള്ള പ്രസന്നതയുള്ള ചിരിയും ആ സന്തോഷത്തോടെയുള്ള ആ മുഖവുമാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ അവസാനം ഞാൻ വിളിച്ച് ആ യാത്ര ഒഴിവാക്കി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ചെന്നത് കണ്ടു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ കാനത്തിൽ ജമീല എന്ന ചിത്രം മാറിപ്പോകും. എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാനത്തിൽ ജമീലയുടെ ചിരിച്ച സന്തോഷമുള്ള, സൗമ്യതയോടെ സംസാരിക്കുന്ന, കുലീനതയോടെ ഇടപെടുന്ന ആ പ്രിയപ്പെട്ട സഹോദരിയുടെ മുഖമാണ്. നമ്മളൊരു ഒരു സൈക്കോളജിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മുടെ മനസ്സിൽ എന്നും ഇനിയുള്ള കാലം, ഞാൻ ജീവിക്കുന്ന കാലം എന്റെ മനസ്സിൽ തെളിയുന്ന കാനത്തിൽ ജമീല ആ സ്നേഹനിധിയായ സഹോദരിയുടെ ചിരിച്ച മുഖമുള്ള കാനത്തിൽ ജമീലയായി. ആ കാലത്തിൽ ഈ രോഗം നമ്മുടെ നാടിന്റെ, മനുഷ്യ സമൂഹത്തിന്റെ ഒരു ശാപമായി മാറിയ ഈ രോഗം അവരെ നമ്മളിൽ നിന്ന് അകാലത്തിൽ വേർപെടുത്തി കൊണ്ടുപോയി. ഈ രോഗം ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മുടെ ഒരുവിധം ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ MLA-മാർക്കെല്ലാം ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരിയുടെ ആത്മാവിന് ശാന്തി നേരുന്നു. അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാനും എന്റെ പാർട്ടിയും പങ്കുചേരുകയാണ്. ഈ സഭയിൽ ഇത്തരത്തിലൊരു പ്രഭാഷണം പ്രിയ സഹോദരിയെ പറ്റി നടത്തേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്തരം പ്രസംഗങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുക.